ഒരു HMI റിപ്പയറിംഗ് വീഡിയോ ആണ്. അലംബ്രാലിയുടെ HMI എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് അറിയാമായിരിക്കും. ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ്, ഒരു ടച്ച് ഇൻ്റർഫേസ് ആണ്. മെഷീൻസും അതേപോലെ തന്നെ നമുക്ക് കമാൻഡും കാര്യങ്ങൾ കൊടുക്കുന്നതിന് അതിൻ്റെ ഫ്രണ്ട് പാനലാണിത്. ഇത് ഫുള്ളി ഡിസ്മാൻഡിൽ ചെയ്ത് അഴിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതിനുള്ളിലെ ബോർഡ് എന്ന് പറയുന്നത്, അതായത് മദർ ബോർഡ് സംഭവം എന്ന് പറയുന്നത് ഇതാണ്. LCD ഡിസ്പ്ലേ മൊത്തം അഴിച്ചതാണ് ഞാനിത്. അതിൻ്റെ ആ ഒരു LCDയുടെ ആ ഒരു വേഫേഴ്സ്, അതേപോലെ തന്നെ കാണുന്ന LCDയുടെ ആ ഒരു സംഭവം, അതേപോലെ തന്നെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മളത് ഇതിൻ്റെ അകത്തൊരു 24 വോൾട്ട് നമ്മൾ കൊടുക്കുന്നു. 24 വോൾട്ട് കൊടുക്കുക. അപ്പം ഇത് റെഡ് ഇൻഡിക്കേഷൻ നമുക്ക് കത്തിക്കെടുക്കുക, അതായത് ഫോൾട്ട് ഇൻഡിക്കേഷനാണത്. അപ്പോൾ ചെക്ക് ചെയ്ത് വന്നപ്പോഴത്തേനും ഇതിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് തോന്നിയത് ഇതിൻ്റെ ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യണില്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്തില്ലെങ്കിൽ ഈ യൂണിറ്റ് ഫുള്ളി ഫോൾട്ടിലോട്ട് പോകുന്നത് നമുക്ക് നോക്കാം. അതായത് ഇതിന് ബാക്ക് ലൈറ്റിലോട്ട് ആകെ രണ്ട് വയറേ പോകുന്നുള്ളൂ, ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. ഇത് ബാക്ക് ലൈറ്റ്, പല ബാക്ക് ലൈറ്റുകളിൽ തന്നെ LED സ്ട്രിപ്സുകളിൽ പല രീതിയിലുള്ള വോൾട്ടേജ് വരും. ഇപ്പോൾ LED TVയും അതിനെല്ലാം ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യുമ്പം ഒരുപാട് എന്താ പറയുന്നത്, പല വോൾട്ടേജ് ആയിരിക്കും. 18 വോൾട്ടിൻ്റെ ഉണ്ട്, 24 വോൾട്ട് ഉണ്ട്, അതിനേക്കാളും കൂടിയ 75 വോൾട്ട്, അങ്ങനെ പല ഇതുണ്ട്. അപ്പോൾ ഇതിന് 5 വോൾട്ടാണ്. ഇവിടെ നമുക്ക് 5 വോൾട്ടാണ് ലഭിക്കുന്നത്. അത് അറിയുന്നതിന് വേണ്ടി 2 വയർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 5 വോൾട്ടാണ്. അപ്പോൾ ഈ ബാക്ക് ലൈറ്റ് നിന്ന് പോയി കഴിഞ്ഞാൽ ഇത് നിൽക്കുന്നതിന് ആകെ ഞാൻ പറഞ്ഞ പോലെ 2 വയറുള്ളൂ. പിന്നെ ഇതെങ്ങനെയാണ് ഇത് സെൻസ് ചെയ്യുന്നത്? ഇതെങ്ങനെയാണ് ഇത് ബാക്ക് ലൈറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കി ഇത് നിന്ന് പോകുന്നത്? കാരണം HMIയുടെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് LED എഴുതിയിരിക്കുന്ന എല്ലാം കാണണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് ലൈറ്റ് വേണം. അപ്പോൾ ആ ബാക്ക് ലൈറ്റ് നിന്നു, അപ്പോൾ ഇത് ഫോൾട്ടിലോട്ട് പോയി. അതാണ് ഇതിൻ്റെ അകത്തൂടെ സംഭവിച്ചിട്ടുള്ളത്. ഇനി ബാക്ക് ലൈറ്റ് മാറ്റിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഫങ്ഷണാലിറ്റി ഇത് കറക്റ്റാണോ വേറെ എന്തെങ്കിലും ആണോ ഡാമേജ് എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തിങ് ബാക്ക് ലൈറ്റ് മാറ്റണം. ഇപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ 5 വോൾട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, 5 വോൾട്ടിൻ്റെ ഏത് ലോഡും ഈ വയറെ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും, 5 വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് സെൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇതിൻ്റെ അകത്ത് അത് ഒരു 5 വോൾട്ട് അതിൻ്റെ ഒരു LED സ്ട്രിപ്പ് വർക്ക് ചെയ്യുമ്പോൾ അതിലൂടെ ഒരു മിനിമം കറണ്ട് ഒഴുകും. അപ്പോൾ ആ കറണ്ട് ഒഴുകി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു റെസിസ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ട. ഈ റെസിസ്റ്റർ വഴി ഒരു ഡ്രോപ്പ് ഉണ്ടായി അത് കറണ്ട് സെൻസ് ചെയ്യും. ആ സെൻസ് ചെയ്യുമ്പോഴത്തേനും മനസ്സിലാവും. കാരണം ഇപ്പോൾ ഇവിടെ ഓപ്പണാണ്, അതായത് വോൾട്ടേജ് വരുന്നുണ്ടെങ്കിൽ തന്നെയും ആ LED സ്ട്രിപ്പ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് അത് ഓപ്പണാണ്, കറണ്ട് ഫ്ലോ ഉണ്ടാവണില്ല. പക്ഷേ അവിടെ കറണ്ട് വരുമ്പോൾ എന്താവും, അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും, അത് സെൻസ് ചെയ്യും, ഈ സാധനം എടുക്കും, അതായത് വർക്ക് ചെയ്യുന്നുണ്ട്, ഫങ്ഷനിങ് ആണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പം നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഈ സർക്യൂട്ട് 0.048 ഉള്ളൂ. നോർമലി ആ ഒരു ചെറിയൊരു കറണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ LED സ്ട്രിപ്സും അല്ലെങ്കിൽ ബാക്കിയുള്ള ഫങ്ഷനാലിറ്റി, അതായത് ഇപ്പം ഇതിൻ്റെ ചിപ്പുകളും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യണില്ല. അപ്പോൾ ഈ ICകളും കാര്യങ്ങളും ഇപ്പോൾ മിനിമം ഈ LEDയും അങ്ങനെയുള്ള എന്തോ ചെറിയ സാധനങ്ങൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ LED ഇതെല്ലാം വർക്ക് ചെയ്ത് കഴിയുമ്പം ഇത് നേരെ ഒരു 0.1, 0.2 അല്ലെങ്കിൽ 0.5 വരും, ചെറിയ മില്ലി ആംസിലോട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 1 ആമ്പിയറോ അല്ല 1 ആമ്പിയറോ വരില്ല, അത്രയും 0.5 മില്ലി ആംസ് 500 മില്ലി ആംസിലോട്ട് ആ രീതിയിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് കംപ്ലീറ്റ്ലി ഈ ഒരു ബോർഡ് ഇപ്പം PCB ഇപ്പം നിന്നിരിക്കുകയാണ് ഫങ്ഷനിങ്. ബാക്ക് ലൈറ്റിൻ്റെ ആ ഇത് മാറ്റിയാലേ നമുക്കിനി ഇത് ഫങ്ഷനാലിറ്റി വേറെ എന്തെങ്കിലും കേടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഒരു ചെറിയൊരു അഴിച്ചു വെച്ചപ്പോൾ ഒരു വീഡിയോ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ എടുക്കണം തോന്നി, അങ്ങനെ ഇട്ടതാണ്. താങ്ക് യു.